മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ഇന്ന് വീണ്ടും ജാമ്യ ഹർജി സമർപ്പിക്കും. ഹർജി ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ കൊടുക്കണോ സെഷൻസ് കോടതിയിൽ കൊടുക്കണോ എന്ന കാര്യത്തിൽ രാവിലെ തീരുമാനമുണ്ടാകും. അതേസമയം കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ ഇന്ന് ദുർഗിലെത്തും. അനൂപ് ദാസ് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനൂപ് ദാസ്, ഗുഡ് മോർണിംഗ്. ഹർജി എവിടെയാണ് സമർപ്പിക്കേണ്ടത് എന്നതിൽ ഇപ്പോഴും ഒരു തീരുമാനമാവാത്തത് എന്തുകൊണ്ടാണ് അനൂപ്? മാത്രമല്ല കോൺഗ്രസ് പ്രതിനിധികളൊക്കെ ഇന്നവിടെ എത്തുന്നുണ്ട്. CPM-ന്റെ പ്രതിനിധിയായ PK ശ്രീമതി അവിടെ തന്നെ തുടരുന്നുണ്ട്. വിശദവിവരങ്ങൾ എന്തൊക്കെ? മോത്തി നേരത്തെ കീഴ്ക്കോടതി തള്ളിയിരുന്നു ജാമ്യ ഹർജി. അതിനുശേഷം സെഷൻസ് കോടതി തള്ളിയതാണ്. അത് കഴിഞ്ഞിട്ട് NIA കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ NIA കോടതിയെ സമീപിക്കേണ്ട, ഹൈക്കോടതിയിലേക്ക് പോകാമെന്ന് കുടുംബവും സഭാ നേതൃത്വവും എല്ലാം കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ കേരളത്തിൽ നിന്നുള്ള LDF UDF എംപിമാർ അമിത്ഷായെ കണ്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യം സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കും, നാളെ തന്നെ ലഭിക്കുമെന്നാണ് അദ്ദേഹം പങ്കുവെച്ച വിവരം. അതുകൊണ്ട് സെഷൻസ് കോടതിയിലേക്ക് വീണ്ടും പോകണമോ, അതല്ല നേരത്തെ തീരുമാനിച്ച പ്രകാരം ഹൈക്കോടതിയിൽ തന്നെ ജാമ്യ ഹർജി നൽകിയാൽ മതിയോ എന്നതാണ് ചോദ്യം. തുളസിദാസ് എന്ന വളരെ മുതിർന്ന ഒരു അഭിഭാഷകനാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹാജരാകാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കേസിന്റെ ഫയലെല്ലാം നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 7 മണിയോടുകൂടിയാണ് ഫയലുകൾ നൽകിയത്. ഫയൽ ഞാൻ വിശദമായി പഠിക്കട്ടെ. അതിനുശേഷം ഇന്ന് രാവിലെ ഒരു ഏതാണ്ട് 9 മണിയാകുമ്പോഴത്തേക്ക് എവിടെയാണ് നമ്മൾ സമീപിക്കുന്നതെന്ന് സംബന്ധിച്ച വിവരം നൽകാമെന്നാണ് സഭാ നേതൃത്വത്തോടും ഒപ്പം തന്നെ റോജി M. ജോൺ MLA ഈ കന്യാസ്ത്രീകളുടെ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ എന്നിവരോട് ഇന്നലെ ഈ അഭിഭാഷകൻ പറഞ്ഞത്. അത് സംബന്ധിച്ച തീരുമാനം 9 മണിയോടുകൂടി തന്നെ വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി കൊടുത്താൽ ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ സെഷൻസ് കോടതിയിൽ കൊടുത്താൽ സാധ്യതയുണ്ട് എന്ന് അമിത്ഷാ പറയുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അത് പരിഗണിക്കണമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അതേസമയം തന്നെ കോൺഗ്രസിന്റെ 5 MPമാർ, ഹൈബി ഈഡൻ ഉണ്ട്, ഡീൻ കുര്യാക്കോസ്, കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുകയാണ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ ഇവിടെയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തുന്നു. മോചനത്തിന് ഇന്ന് സാധ്യതയുണ്ട് എന്ന ഒരു പ്രതീക്ഷ വരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ദുർഗിലെ അവസ്ഥ. കുടുംബാംഗങ്ങളൊക്കെ അവിടെ തന്നെ തുടരുന്നുണ്ടോ അനൂപ്? ഉണ്ട് മോത്തി. ഈ 2 കന്യാസ്ത്രീകളുടെയും സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. അവർ റായ്പൂരിലെ ഒരു ഹോട്ടലിലാണ് താമസം. അവർ വളരെ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 7:30 മണിയോടുകൂടി നമ്മൾ നേരിട്ട് അവരെ പോയി കണ്ട് സംസാരിച്ചിരുന്നു. അവർ പറയുന്ന കാര്യം മന്ത്രിയുടെ ഉറപ്പിൽ പ്രതീക്ഷയുണ്ട്. അത് മാത്രവുമല്ല, നല്ല നിയമ പോരാട്ടത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടക്കുന്നു. ഈ കുടുംബാംഗങ്ങളുടെ കൂടി മുൻകൈയിലാണ് ഇവിടുത്തെ ഛത്തീസ്ഗഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വക്കേറ്റിനെ തന്നെ കേസ് വാദിക്കാനായി ഹൈക്കോടതിയിലേക്ക് അയക്കണം എന്ന ധാരണയിലേക്ക് സഭ എത്തിയത്. അതുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ വന്നത്. ശരി.